അപ്പോൾ മല്ലു ടോക്സ് ആസ്നലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ഫർ വിൻഡോ സീരീസിൻ്റെ നെക്സ്റ്റ് എഡിഷനായ യുണൈറ്റഡ് ടീമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന്. അവരുടെ ട്രാൻസ്ഫർ വിൻഡോ എങ്ങനെ പോകുന്നു, അവർക്ക് ആരൊക്കെയാണ് മേജർലി സൈനിങ് വരാൻ പോകുന്നത്, വാട്ട് ഈസ് ദ ഡെലിമ ഹാപ്പനിങ് ദെയർ വിത്ത് എംബൂമോ, പിന്നെ ഗർനാച്ചോ ഇഷ്യൂസ്, അതുപോലെ അവരുടെ സൈനിങ്സ്, കുഞ്ഞ സൈനിങ്സ്, പിന്നെ കാസമീറോയുടെ സിറ്റുവേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് റിഗാർഡിങ് യുണൈറ്റഡ്. ബിക്കോസ് കഴിഞ്ഞ സീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം യുണൈറ്റഡ് ഹാഡ് എ വെരി ബാഡ് സീസൺ ലാസ്റ്റ് സീസൺ. അപ്പം ഈ സീസൺ എന്തൊക്കെയാണ് അമോറിം ചേഞ്ച് ചെയ്യാൻ വന്നത്? ബിക്കോസ് അമോറിമിൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റാർട്ട് തുടങ്ങുന്ന ഒരു ഫസ്റ്റ് സീസൺ ആണ്. കഴിഞ്ഞ സീസണിലെ പകുതിക്കാണല്ലോ വന്നത്. അപ്പം സോ ദിസ് വിൽ ബി ഹിസ് ഫസ്റ്റ് സീസൺ അറ്റ് യുണൈറ്റഡ് ഫ്രം വിത്ത് ഓൾ ട്രാൻസ്ഫർ വിൻഡോ. സോ ഇന്ന് നമ്മുടെ ഡിസ്കഷന് ജോയിൻ ചെയ്യുന്നത് ഒരു ഡൈ ഹാർഡ് യുണൈറ്റഡ് ഫാനായ വരുണാണ്. ഹി ഹാസ് ബീൻ ഓൾറെഡി നമ്മുടെ പോഡ്കാസ്റ്റിൽ പണ്ടേ വന്നിട്ടുണ്ട്. ഹായ് വരുൺ. ഹലോ ദീപക്. ഹലോ. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറെ നാളായി നമ്മൾ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്തിട്ട്. അതെ, ഈ ഫുട്ബോൾ കളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് റിലാക്സിങ്, ചില്ലിങ് ഔട്ട്. ഫുട്ബോൾ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമാധാനം. പണ്ടെന്നൊക്കെ അതെ പറഞ്ഞ അതെ അതെ, നേരെ തിരിച്ചായിരുന്നു. ഇപ്പൊ ഫുട്ബോൾ ഇല്ലാത്തപ്പോഴാ സമാധാനം. ഇത് പറയുമ്പോ എനിക്ക് 5 വർഷം എന്നെ തന്നെ എനിക്ക് ഓർമ്മ വരുന്നു. കാരണം എല്ലാവർക്കും ഫുട്ബോൾ ഇല്ലാത്തപ്പോ കുറച്ച് സമാധാനം ഉണ്ടായ കാലങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. സത്യം. ആ ഒരു ഇത് കാണുന്നുണ്ട്. അപ്പം എന്താണ് ഡയറക്ട്ലി നമുക്ക് യുണൈറ്റഡിലോട്ട് പോകാം. ഫസ്റ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയ കുഞ്ഞ സൈനിങ് കഴിഞ്ഞു. എന്താണ്, ഡു യു തിങ്ക് ഇറ്റ് ഇസ് എ ഗുഡ് സൈനിങ്? എന്താണ് നിങ്ങളുടെ ടീമിന് അത് അഡീഷൻ നല്ലതാണോ? കുഞ്ഞ സൈനിങ് ഒക്കെ നല്ലതാണ്. അടിപൊളി പ്ലെയർ ആണ്, കുറച്ച് ഫ്ലെയർ ഒക്കെ ഉള്ള പ്ലെയർ ആണ്. ബേസിക്കലി ഇപ്പൊ നമ്മൾ ഈ കളിക്കുന്ന ഫോർമേഷൻ 2 നമ്പർ 10 വെച്ച് കളിക്കുമ്പോൾ ഈ ബോൾ ക്യാരിയിങ് ആയിട്ടുള്ള ഒരു നമ്പർ 10 വേണം നമുക്ക്. അപ്പൊ അത് ബ്രൂണോനെ കൊണ്ട് അത് പറ്റുന്നില്ല. അപ്പൊ അതാണ് ബ്രൂണോ ഒരു മിഡ്ഫീൽഡ് പിവറ്റി കളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുന്നത് കറക്റ്റ് ആണ്. എക്സാക്ട്ലി പ്രൊഫൈൽ നോക്കിയുള്ള സൈനിങ് ആണ്. പക്ഷെ അതിനപ്പുറത്തോട്ട് എന്ത് എന്നുള്ളതാണ് പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ കൂനിയ മാത്രം വന്നിട്ട് കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോ, സ്ട്രൈക്കർ മസ്റ്റ് ആൻഡ് മാൻഡേറ്ററി ആയിരുന്നു. സ്ട്രൈക്കർ വന്നിട്ടില്ല, വേറെ അഡീഷണൽ സൈനിങ്സ് ഒന്നും ഇല്ല. ഗോൾ കീപ്പർ ആക്ച്വലി മാറ്റണം, പക്ഷെ മാറ്റുന്നില്ല. മിഡ്ഫീൽഡ് ടു അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ബട്ട് കൂനിയയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് സൈനിങ്, വെരി ഹാപ്പി. റിലീസ് ക്ലോസ് പേ ചെയ്ത് സൈൻ ചെയ്തു, ഹാപ്പി വിത്ത് ദ സൈൻ. അപ്പം യുണൈറ്റഡിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രം ബാക്ക് ടു ഫ്രണ്ട് റീപ്ലേസ്മെന്റ്സും അപ്ഗ്രേഡും കുറെ വേണമെന്ന് തോന്നുന്നുണ്ട്, ഇല്ലേ? അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഏത് പൊസിഷനിലാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്ന് തോന്നുന്നത്? ലൈക്ക് കഴിഞ്ഞ സീസണിൽ ആ ഫുൾ സ്ട്രീറ്റ് ഓഫ് കളി കണ്ടിട്ട് ഏത് പൊസിഷനിലാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആസ് എ ഫാൻ ഫീൽ ചെയ്യുന്നത്? ഏത് മിഡ്ഫീൽഡ് ആണോ, ഡിഫൻസ് ആണോ, വിങ് ബാക്സ് ആണോ, എങ്ങനെയാണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്ട്രൈക്കർ തന്നെയാണ്. കാരണം ലാസ്റ്റ് സീസൺ നമ്മൾ നമ്പർ ഓഫ് ഗോൾസ് സ്കോർഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ നമ്പർ ഓഫ് ചാൻസസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എന്ന് വെച്ചാൽ വി ഡിസേർവ് ടു ബി വേർ വി ഫിനിഷ്ഡ് എന്നുള്ള ഒരു രീതിയിലുള്ള സ്റ്റാറ്റ്സ് ആയിരുന്നു അറ്റാക്കിംഗ് വൈസ്. ഇപ്പൊ സ്ട്രൈക്കർ, പക്ഷെ സ്ട്രൈക്കറിലെയും ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ ലൈക്ക് റെഡി ടു ഗോ സ്ട്രൈക്കർ, ഒരു പ്രൊളിഫിക് സ്ട്രൈക്കർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ യോക്കറസ്, ഓസിമെൻ, ആ ഒരു ലെവലിലെ ഒരു സ്ട്രൈക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ കൊണ്ടിട്ടാലും ഗോൾ അടിക്കും എന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്ട്രൈക്കേഴ്സാ വേണ്ട. അപ്പം നമ്മൾ ഇതിലെനിക്ക് മനസ്സിലാവും, നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ ആയിട്ട് വെച്ചിരുന്നത് ഡെലാപ്പ് എന്ന് പറഞ്ഞ ഇപ്സ്വിച്ച് ടൗണിന് വേണ്ടി കളിച്ച, ഇപ്പൊ ചെൽസിയിൽ പോയ ഡെലാപ്പ് ആയിരുന്നു പ്രയോറിറ്റി സൈനിങ് ആയിട്ട് വെച്ചിരുന്നത്. അപ്പൊ അത് അവര് സൈൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. ഡെലാപ്പ് പറഞ്ഞു പ്രീമിയർ ലീഗ് ഉണ്ട്, ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഇല്ലെങ്കിൽ ഞാൻ കളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അതുപോലും അന്വേഷിക്കാതെയാണ് ഇവർ ഈ പ്രൈമറി സൈനിങ് ആയിട്ട് ഡെലാപ്പിനെയൊക്കെ വെച്ചതെന്ന് അറിയില്ല എന്താണെന്നുള്ളത്. ഇപ്പൊ സ്ട്രൈക്കർ വുഡ് ബി ദി അറ്റ്മോസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് അധികം നല്ല സ്ട്രൈക്കേഴ്സ് ഇനി മാർക്കറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അച്ചീവബിൾ ആണ് എന്നുള്ളത്. അപ്പൊ അതാണ് അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഹോയ്ലൻഡ് നിങ്ങൾ സ്ട്രൈക്കർ ആയിട്ടല്ലേ വാങ്ങിച്ചത്? ഹോയ്ലൻഡ് സ്ട്രൈക്കർ, യെസ് എക്സാക്ട്ലി, അതൊക്കെയാണ് പ്രശ്നം. ഹോയ്ലൻഡിനെ സ്ട്രൈക്കർ ആയിട്ട് വാങ്ങിച്ചിട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. ലാസ്റ്റ് സീസൺ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് അറ്റ് ഓൾ. അപ്പം അതിന്റെ നെക്സ്റ്റ് തിങ് വാട്ട് വി ഡു ഇസ് അടുത്ത സൈൻ ചെയ്യാം. ഇപ്പം എല്ലാ ബിഗ് ക്ലബ്സും, ഇപ്പൊ നമ്മൾ സിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സിറ്റി ആൽവറസിനെ മേടിച്ചു, വേണ്ട ആലൻഡ് വന്നു, അടുത്ത മർമൂഷ് മേടിക്കുന്നു.
ബിഗ് ക്ലബ്സ് അങ്ങനെയാണ്, ഒരെണ്ണം വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഉടനെ അടുത്ത സൈനിങ് നോക്കും. ഇപ്പൊ ഡാർവിൻ ന്യൂനിയസിനെ മേടിച്ചു ലിവർപൂൾ, ബിഗ് മണി സൈനിങ് ആയിരുന്നു. ദേ ട്രൈങ് ടു സെൽ ബൈ അനദർ ബിഗ് സ്ട്രൈക്കർ. ഇപ്പം ഫുട്ബോൾ അങ്ങനെയാണ്, നമ്മൾ ഒരാളെ ഡെവലപ്പ് ചെയ്ത് ഭയങ്കര, ഇപ്പം അതിനുള്ള പേഷ്യൻസ് ആർക്കും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പം വലിയ ബിഗ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, വർക്ക്ഔട്ട് ആയില്ല, അടുത്ത നോക്കുക. ദാറ്റ്സ് ദി ഓൺലി വേ. നമുക്ക് പേഷ്യൻസ് ഇല്ല 3 വർഷം വെച്ച് ഡെവലപ്പ് ചെയ്ത് വലിയൊരു പ്ലെയർ ആക്കി എടുക്കാനുള്ള പേഷ്യൻസ് നോബഡി ഹാസ്. ഇതിപ്പം ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് സ്ട്രൈക്കർ ആയിട്ട് ഇപ്പൊ കറന്റ്ലി നോക്കുന്ന എംബുമോ അല്ലേ? ഇപ്പം കുറെ ദിവസമായിട്ട് നെഗോസിയേഷൻ പോകുന്ന ഒരു സിറ്റുവേഷൻ. എംബുമോ ആക്ച്വലി സ്ട്രൈക്കർ ആയിട്ടായിരിക്കില്ല, പ്രോബബ്ലി ഈ 2 നമ്പർ 10s ആയിട്ട് കളിക്കുന്ന, ഇപ്പൊ കൂനിയുടെ കൂടെ ഒന്നെങ്കിൽ ഇടും, അല്ലെങ്കിൽ ഈ വിങ് ബാക്ക് പോലെ, ഇപ്പൊ അമദ് ദിയാലോ ഒക്കെ കളിക്കത്തില്ലേ, അറ്റാക്കിംഗ് വിങ് ബാക്ക് പോലെ ചിലപ്പോ അങ്ങനെ ഇടും. പക്ഷെ നമ്പർ 9 ആയിട്ട് നമ്മൾ ലിങ്ക്ഡ് ആയിട്ടുള്ള പ്ലെയർ ഇന്ന് വന്ന ന്യൂസ് ആണ് നിക്കോളസ് ജാക്സൺ ഫ്രം ചെൽസി. നിങ്ങൾക്ക് വന്നല്ലോ സമാധാനം. അയ്യോ നിനക്ക് സിറ്റുവേഷൻ എന്താണെന്ന് അറിയാലോ. നമ്മുടെ മഡുവെക്ക സിറ്റുവേഷൻ കഴിഞ്ഞ് പിറ്റേ മണിക്കൂറിൽ ഫെബ്രീസിയോ അവിടെ നിക്കോളസ് ജാക്സൺ മാർക്കറ്റിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തുടങ്ങിയതാ. ഒന്നേ മഡുവെക്കയുടെ സീൻ ഭയങ്കരമായിട്ട് ആർസെനലിന് ചുറ്റും ഓടി ബഹളം പണ്ടാരമായത്. നിങ്ങൾ വന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു കൂട്ടുണ്ട്. സത്യം. അത് അവര് ചോദിക്കുന്നത് 100 മില്യൺ എന്നൊക്കെയാ പറയുന്നത്. അത് വെറുതെ ചെൽസി ഈസ് ലൈക്ക് റിയലി ഗുഡ് അറ്റ് ബിസിനസ്. ഈ സെല്ലിംഗ് ഭയങ്കര ടോപ്പ്. അപ്പൊ അത് അവര് വെറുതെ ഇടുന്ന എമൗണ്ട് ആയിരിക്കും. ഇപ്പം 100 എന്ന് പറഞ്ഞിട്ട് 80 തരുമ്പോഴത്തേക്ക് നല്ല ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കത്തില്ല, അതുപോലാണെന്ന് തോന്നുന്നു. അതെ. എന്താണ് എനിക്ക് മേജർലി ഈ നിക്കോളസ് ജാക്സൺ അവര് മാർക്കറ്റിൽ 100 മില്യൺ ഇടുന്ന തന്നെ കേട്ടാ തലയിറങ്ങും. സത്യം പറഞ്ഞു, 100 മില്യൺ ആ പ്ലെയറിനെന്നൊക്കെ പറയുമ്പോൾ തന്നെ തലയിറങ്ങും. അതും ഇൻസൈഡ് ദ ബോക്സ് നിന്ന് എങ്ങനെ പുറത്തടിച്ച് കളയാന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു സ്ട്രൈക്കറാണ്. ആ സ്ട്രൈക്കറിന് 100 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്താ ഈ പറയുന്ന ഡെക്ലൻ റൈസ്, ഹാലൻഡ്, ഇവർക്കൊക്കെ ഒരു വില കൽപ്പിക്കാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. ഈ 100 മില്യൺ കാറ്റഗറിയിൽ ഇവനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വില ഇല്ലാണ്ടായി പോകും. അതാണ് 300 മില്യൺ ഒക്കെ ആവേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇവര് സെല്ല് ചെയ്യുമ്പം ഈ സെല്ല് വാങ്ങുന്നവരും ഇവര് സെല്ല് ചെയ്യുന്നതും കാരണം മാർക്കറ്റ് റേറ്റ് സത്യം പറഞ്ഞാൽ ബൂസ്റ്റ് ചെയ്യില്ല. ഒരു അലമ്പ് സിറ്റുവേഷനിലോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു അതെ. ഇത് നമ്മൾക്ക് മൗണ്ടിന് അങ്ങനെയല്ലായിരുന്നു. മൗണ്ട് 1 year ലെഫ്റ്റ് ഓൺ ഹിസ് കോൺട്രാക്ട്. ആ വിൽക്കുന്നതിന് മുന്നേ ഉള്ള സീസൺ 10 കളി എന്തോ ആ സീസൺ കളിച്ചിട്ടുള്ളൂ. മൗണ്ടിനെ നമ്മൾ മേടിച്ചത് 55-60 മില്യൺ എന്തോ ആണ് മൗണ്ടിനെ മേടിച്ചത്. ഇഞ്ചുറി അറിയാലോ, എല്ലാം കൂടെ 10 കളി കളിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല യുണൈറ്റഡിന് വേണ്ടിയിട്ട്. അത് ചെൽസി ആർ റിയലി ഗുഡ് അറ്റ് ഇറ്റ്. നമ്മളിങ്ങനെ മേടിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് സത്യം. അതെ. മേജർലി ഇങ്ങനെയാണ് യുണൈറ്റഡിന്റെ പോണെ. മേജർ സിറ്റുവേഷൻ എനിക്കിപ്പം ഒരു ഹീറ്റഡ് സിറ്റുവേഷൻ ആയിട്ട് തോന്നുന്നത് ഗർനാച്ചോ ആൻഡ് അമറിം. ആ ഒരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് ഹീറ്റഡ് അപ്പ് ആവുന്നുണ്ട്. ലൈക്ക് വലിയൊരു സ്റ്റോറി അല്ലെങ്കിലും there is something missing in the dressing room. എനിക്കത് തോന്നിയിട്ടില്ല. അത് ലൈക്ക് ബിക്കോസ് അമോറിം ഡോണ്ട് വാണ്ട് ഹിം. ഗർനാച്ചോ ഭയങ്കരമായിട്ട് എന്നെ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് പുറത്തോട്ട് വരുന്നു. ഹി വാണ്ട്സ് ടു ലീവ്, അല്ലെങ്കിൽ അമോറിം വാണ്ട്സ് ഹിം ഔട്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? വാട്ട് ഡു യു തിങ്ക്? ആരാണ് ഇവിടെ കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടോ, എന്താ ആർക്കാണ് ബെറ്റർ? ഇത് നമ്മൾ ഒന്നാമത്തെ ഡീൽ ചെയ്യുന്നതിന്, ക്ലബ്ബ് ഡീൽ ചെയ്യുന്നതും കൂടെ ഒരു ഫാക്ടറാണ് ശരിക്കും. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗർനാച്ചോന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ ആണ്. അപ്പൊ ഇതിൽ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പൊ യൂറോപ്പ ലീഗ് ഫൈനൽ അതാണ് തീരുമാനം കൺഫേംഡ് ആക്കിയത്, ഗർനാച്ചോ വിൽ ലീവ് ആക്കിയത്. അത് പബ്ലിക്കായിട്ട് അങ്ങനെ സംസാരിച്ചത് കൊണ്ടാണ് ആയത്. പക്ഷേ ഇതിൽ സംഭവം ഫ്രം ദ പ്ലെയേഴ്സ് പെർസ്പെക്റ്റീവ്, ഈ ഗർനാച്ചോ എന്ന് പറഞ്ഞാൽ എല്ലാ കളിയും കണ്ടിന്യൂസ്ലി മിസ്സാവാതെ ഈസ് അവൈലബിൾ. അപ്പം ബീയിങ് അവൈലബിൾ ഇസ് ഓൾസോ ഒരു സ്കില്ലാണ് ശരിക്കും. അത് നമുക്കത് അപ്പോൾ എല്ലാ കളിയും ഗർനാച്ചോ കളിച്ചു, ഒരുപാട് മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. ഫൈനലായപ്പോ ഫൈനലിന് ഒരാഴ്ച മുന്നേ എന്തോ ഫിറ്റായി, മൗണ്ട് എന്തോ ഫിറ്റായി. അപ്പൊ നേരെ മൗണ്ടിനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഫ്രസ്ട്രേഷനിലാണ് അതിനുശേഷം കറക്റ്റ് ഇന്റർവ്യൂ കൊടുത്തു. ഇന്റർവ്യൂവിൽ പിന്നെ എല്ലാം വേഴ്സായി പോയി. അപ്പൊ അമോറിമിനുള്ളതെന്ന് വെച്ചാൽ ബാഡ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ യു ആർ സ്ട്രേറ്റ് ഔട്ട് ഓഫ് ദ ക്ലബ്. റാഷ്ഫോർഡ് ഔട്ടായി, സാൻജോ
സാൻജോനെ ഒന്നും നോക്കാൻ പോലും അവര് ട്രൈ പോലും ചെയ്യുന്നില്ല. ഷുഡ് ബി ഗിവ് ഹിം എ ചാൻസ്? ഇല്ല, സ്ട്രൈറ്റ് അവേ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് കളഞ്ഞു. ഗർനാച്ചോയും ലൈക്ക് യു ഹാവ് ടു ലെറ്റ് ഹിം ഗോ. മനസ്സിലായില്ല, മാനേജറും ശരിയായില്ല. പക്ഷെ ഹൗ വി ഷുഡ് ഹാൻഡിൽ ഇറ്റ് എന്നുള്ളതുണ്ട്. ഇപ്പം ഒരു ക്ലബും ഒരു മാനേജറും പ്ലെയറും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇത്രത്തോളം പബ്ലിക് ആക്കരുത്. ബിക്കോസ് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ ദെൻ വാല്യൂ കിട്ടില്ല ആ പ്ലെയറിനെ സെല്ല്. നമ്മള് 40, 50, 60 ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് ഇനി അതൊന്നും കിട്ടില്ല. ബിക്കോസ് വി നീഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ഇറ്റ്. അപ്പം ഇപ്പൊ ബൈ ചെയ്യേണ്ട ക്ലബ് എന്ത് ചെയ്യും? ദേ വിൽ വെയിറ്റ് ടിൽ ദി എൻഡ് ഓഫ് ദ വിൻഡോ. നമ്മൾ ഡെസ്പറേറ്റ് ആവും, ലോ എമൗണ്ടിന് പോകും. അത് എല്ലാം അതൊരു ക്ലബ് മൊത്തത്തിൽ ഭയങ്കര, നമുക്കൊക്കെ നമ്മളൊന്നും വലിയ ഇതൊന്നും എക്സ്പേർട്സ് ഒന്നും അല്ല ഇതിൽ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം പോലും വളരെ ഭയങ്കര ഇതായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അത് ഒന്ന് കോച്ചിന്റെ ഡിമാൻഡ് നമുക്ക് അറിയാം. നമുക്കിപ്പം ആസ്നലിന്റെ കേസിൽ പറയുവാണെങ്കിൽ ഇപ്പൊ മഡുവേക്കയുടെ സൈനിങ് നമുക്കിപ്പം എടുത്തു കഴിഞ്ഞാൽ, മഡുവേക്കയാണ് ഇപ്പൊ ആസ്നലിന്റെ ഒരു ഹോട്ട് ടോപ്പിക് സത്യം പറഞ്ഞ. യോക്കോറസിനൊക്കെ വെട്ടിച്ചു. യോക്കോറസിന്റെ സിറ്റുവേഷൻ ഇന്നലെ തൊട്ടാണ് ഇത് ചൂടായത്. 2 ദിവസം മുന്നേ മഡുവേക്ക ആയിരുന്നു മറ്റേ ലോകം മൊത്തം. അതിപ്പോ ആർസലാണല്ലോ, അതെ ചെൽസി ഫാൻസ് ആണല്ലോ, ചെൽസി ഫാൻസ് സ്വർഗത്തിലായിരുന്നു ആ ഒരു സൈനിങ് 50 മില്യൺ എന്നൊക്കെ പറയുന്നത്. അത് സത്യം പറഞ്ഞ ഹേട്രഡ് ഓഫ് ദാറ്റ്, ആ 50 മില്യൺ എന്ന പ്രൈസ് ഇല്ലേ, ഹേട്രഡ് പ്ലെയറിനോടായി, അത് പിന്നെ അബ്യൂസ് ആയി. പിന്നെ അങ്ങനത്തെ ഒരു ലെവലിലോട്ട് അത് മൊത്തത്തിൽ പോയി. അത് അലമ്പായി. ബിറ്റ്വീൻ പ്ലെയർ ആൻഡ് ഫാൻസ് ഓൾറെഡി അവിടെ ബ്രേക്ക് ആയി. ഇപ്പം ഇതേ ഒരു സിറ്റുവേഷൻ അപ്പം ഒരു പ്രോപ്പർ നല്ല രീതിയിലല്ലല്ലോ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഗർനാച്ചോയുടെ സിറ്റുവേഷൻ റിവേഴ്സ് ആണ്, ബാക്ക് സൈഡ് ആണ്. ഇപ്പം നല്ല രീതിക്ക് പോയി കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ലാസ്റ്റ് മിനിറ്റ് ഓൾറെഡി നെഗറ്റീവ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പ്ലെയറിന് പോണോന്ന് ഉറപ്പായി. പ്ലെയർ അവിടെ നിൽക്കില്ല, ക്ലബിനും അവനെ നിർത്താൻ താല്പര്യമില്ല എന്നൊരു സംഭവം രണ്ടും വന്നപ്പം പ്രൈസ് കുറയ്ക്കാതെ വിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ക്ലബ്ബ് ഹോൾഡ് ചെയ്യാൻ തയ്യാറാണെന്ന് അറ്റ്ലീസ്റ്റ് വെച്ചിരുന്നെങ്കിൽ, പ്ലെയറിന് ചാൻസ് കൊടുക്കാൻ തയ്യാറാണെന്ന് വെച്ചിരുന്നെങ്കിൽ പ്രൈസ് വേണം ബിൽഡ് മെയിൻറ്റെയിൻ ചെയ്യായിരുന്നു. അതുപോലും ചെയ്യാത്തതാണ്. ഇതിപ്പോ മാനേജ്മെന്റിന്റെ പ്രശ്നമാണോ, അമോറിമിന്റെ ഒരു സിറ്റുവേഷൻ, അഡമൻസി സിറ്റുവേഷന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ പബ്ലിക് ആയിട്ട് ഇത് ഇട്ടതിന്റെ പ്രശ്നമാണോ, എന്താണ് തോന്നുന്നത് ആ ഒരു ഭാഗം? ഇതിൽ എല്ലാത്തിലും ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പബ്ലിക് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ ടീമിനെയും മാനേജറിന്റെ ഡിസിഷൻസിനെയും ക്വസ്റ്റ്യൻ ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ മാനേജർ വിൽ റിയാക്ട്. ദി ഒൺലി വേ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം അല്ലെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് വെച്ചാൽ പ്ലെയർ ആരെങ്കിലും ഒരാൾ തീരുമാനിക്കണം, എന്റെ ഭാഗത്തായിരുന്നു മിസ്റ്റേക്ക്, ഞാൻ പോയി അപ്പോളജൈസ് ചെയ്യാം. അപ്പൊ ഗർനാച്ചോയിൽ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുമില്ല. പോരാഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ, റാഷ്ഫോർഡിന്റെ വില്ല ഷർട്ട് ഒക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നു. ലൈക്ക് ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒന്നും ലൈക്ക് ക്ലബിനെ ഡിഫെൻഡ് ചെയ്യുന്ന പോലെയല്ലേ. മനസ്സിലായില്ല? അപ്പൊ അതിന് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ there is no coming back, കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ആയി. അപ്പം ഇതെല്ലാം ലോകം മൊത്തം കാണുകയാണ്. അപ്പം ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം ഹി വിൽ നെവർ പ്ലേ ഫോർ യുണൈറ്റഡ് എന്നുള്ളത് അറിയാം, unless like something remarkable happens. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ the clubs will wait. ആർക്ക് ഇപ്പൊ നാപ്പോളിയൊക്കെയാണ് ലിങ്ക്ഡ്, നാപ്പോളിയൊക്കെ ബിസിനസ് ലൈക്ക് ടോപ്പ് നെഗോഷിയേറ്റേഴ്സ് ആണ്. അവര് വെറുതെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോ ഒരു ലോൺ വിത്ത് ഒബ്ലിഗേഷൻ ടു ബൈയോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയൊരു എമൗണ്ടിന് അവര് സൈൻ ചെയ്യും. അതെ, അതാണ് ബേസിക്കലി ഇപ്പം ട്രാൻസ്ഫർ മാർക്കറ്റിൽ സത്യം പറഞ്ഞാൽ എനിക്കും തോന്നുന്നുണ്ട്. ഇപ്പം കറന്റ് സിറ്റുവേഷൻ നോക്കിയാൽ ബിസിനസ് ചെയ്യാനും സെല്ല് ചെയ്യാനും സെല്ല് ചെയ്യാൻ മേ ബി യുണൈറ്റഡിന് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവാം റീസെന്റ് ഓർ കുറച്ച് നാളെ. ആർസണൽ സെല്ലിങ്ങിന്റെ ഒരു സംഭവം എഡു ഉള്ളപ്പം സെല്ലിങ് ഭയങ്കര വീക്കായിരുന്നു. ബെർട്ട യെറ്റ് ടു സീ സെല്ലിങ് സിറ്റുവേഷൻ. പക്ഷെ നമ്മുടെ എപ്പോഴും ട്രാൻസ്ഫർ നെഗോസിയേഷൻസ് എത്രത്തോളം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നെഗോഷിയേറ്റ് ചെയ്ത് നല്ലൊരു ഡീലിൽ വരുത്തുന്നു എന്ന് പ്രൂവ് ആയിട്ടില്ല സത്യം പറഞ്ഞ. കാരണം ഐ വാസ് ഹാപ്പി വിത്ത് നോർഗാർഡിന്റെ സൈനിങ്, കെപ്പയുടെ 5 മില്യൺ അതെല്ലാം ഓക്കെ. ഈ സുബിമെന്റി ആണെങ്കിലും 3 ഇൻസ്റ്റാൾമെന്റിൽ അതും ഓക്കെ, അത് അത്രയും ഭാഗം ഓക്കെ. പെട്ടെന്ന് ഇത് ഒന്ന് ഓക്കെ പോസിറ്റീവ് ആയിട്ട് വരുമ്പം മഡുവേക്കയുടെ ഡീലിൽ 52 മില്യൺ സ്പെൻഡ് ചെയ്തു എന്ന് പറയും. അതും അതിലും പ്രശ്നം ഈ 52 മില്യൺ പറയുന്നതിനെക്കാട്ടും നമുക്ക് കോമ്പറ്റേറ്റർ ആയിട്ട് വേറെ ആരും ഇല്ല. നമ്മുടെ പ്രൈമറി ടാർഗറ്റ് ആയ യോക്കറസ് അല്ലെ സ്ട്രൈക്കർ നമുക്ക് ഇതുവരായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഡീൽ. ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാമായിരുന്നില്ലേ എന്നതാണ് മെയിൻ ഇവിടുത്തെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ചോദ്യം. കാരണം വേറെ ഏതെങ്കിലും ഒരു ക്ലബ്ബ് വന്നിട്ട് അവര് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ഇൻട്രസ്റ്റഡ് ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡീല് തീർക്കണം എന്ന് ഓർത്തിട്ട് ചെയ്യായിരുന്നു. ഇപ്പം വേറെ ഒരു ക്ലബ്ബും നോക്കുന്നില്ല.
അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നില്ല. മഡുവെക്കിന് മാർക്കറ്റിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പോകുന്നു, 3 ദിവസം കൊണ്ട് ഡീല് കംപ്ലീറ്റ് ചെയ്യുന്നു. യോക്കറസിന്റെ ഡീൽ അവിടെ 5 മില്യണ് ആദ്യം നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് നടക്കുമ്പോൾ 5 മില്യൺ കൊടുത്താൽ എന്തായിരുന്നു, ആ 52 5 മില്യൺ എടുത്തു കൊടുത്ത് പിന്നെ ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യാറുന്നില്ലേ എന്ന് ചോദ്യം. പിന്നെയാണ് യോക്കറസിന്റെ വേറെ കുറെ ദുരന്തങ്ങൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്ലെയർ ആൻഡ് ക്ലബ് സൈഡിലുള്ള ഇഷ്യൂസും ഏജന്റ്. കാര്യങ്ങളൊക്കെ. ഇതിവിടെ ആരാണ് പ്രശ്നം? ഇതിപ്പോ മറ്റേ 3-വേ ഗെയിം പോലെയാ. ആർസണൽ മറ്റേ ഏജന്റിന്റെ അടുത്ത് കളിക്കുന്നു, ഏജന്റ് നേരെ സ്പോർട്ടിങ്ങിന്റെ അടുത്ത് കളിക്കും, സ്പോർട്ടിങ് അവരുടെ കളിക്കുന്നു, മീഡിയേറ്റർ ആയിട്ട് മറ്റേ 3 പേരും തമ്മിൽ ഇങ്ങനെ മറ്റേ കളിച്ചോണ്ടിരിക്കുക. അതിപ്പോ മൊത്തം അതെ. ഇല്ല, ഇതില് നമ്മള് പിന്നെ പോസിറ്റീവ് തിങ്സ്, ആ ഡീല് നടക്കും. ഇന്നല്ലെങ്കിൽ നാളെ ആ ഡീല് നടക്കും. യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് സ്ട്രൈക്കർ, വിൽ ബ്രിങ് എ ലോട്ട് ഓഫ് ഗോൾസ്. അങ്ങനെ കുറെ പോസിറ്റീവ്സ് ഉണ്ട്. പക്ഷെ അതാ ഈ സ്പോർട്ടിങ് ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് 52 മില്യൺ വേറൊരു പ്ലെയറിന് വേണ്ടി സ്പെൻഡ് ചെയ്തു, ആൻഡ് യു ആർ നെഗോഷിയേറ്റിംഗ് 5 മില്യൺ വിത്ത് മീ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്പോർട്ടിങ് പറയും നമ്മൾ ഒരു എമൗണ്ട് കുറയ്ക്കത്തില്ല. അപ്പൊ ഈ ഡീല് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇത് ആക്ച്വലി മെഡുവയ്ക്ക് ആക്ച്വലി ഒരു ബാക്കപ്പ് പോലെയല്ലേ അവര് നോക്കുന്നത്, അല്ലേ? അതോ മെയിൻ പ്ലെയർ ആയിട്ട് സ്റ്റാർട്ടിംഗ്? മെഡുവയ്ക്ക് ഇപ്പം കറന്റ് സിറ്റുവേഷനിൽ പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ സാക്ക ബാക്കപ്പ്. He can also, he is versatile, he can also play as a backup, അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് വിങ്ങിലും അവന് കളിക്കാൻ പറ്റും എന്നൊരു സാഹചര്യമാണ് പറയുന്നത്. ലൈക്ക് 2 പൊസിഷനിലും കളിക്കാൻ വെർസറ്റൈൽ ആണ്. രണ്ടിന്റെയും ബാക്കപ്പ് ആയിട്ടോ അല്ലെങ്കിൽ രണ്ടിന്റെ ഒരു ഓപ്ഷൻ ആയിട്ടോ വെച്ചേക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് പറയുന്നത്. 23 ഇയേഴ്സ് ആണ് അവന്റെ പെർഫോമൻസ്. നമ്മൾ യെറ്റ് ടു റീച്ച് ഇസ് പ്രൈം. അവന്റെ ഡുവൽ ഷോട്ട് എടുക്കുന്നതോ കുറച്ച് സെൽഫിഷ്നെസ് ആവുന്നതോ അതല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഈ ഡീലിൽ 52 മില്യൺ കൊടുത്തത് മാത്രമേ പ്രശ്നമുള്ളൂ. പ്ലെയറിനെ കുറ്റം പറഞ്ഞിട്ടല്ല, കാരണം പ്ലെയർ ഹാസ് ലോട്ട് ഓഫ് ഓപ്ഷൻ ടു ഇംപ്രൂവ്. ഞാൻ ഒരു സംഭവം കണ്ടെന്ന് പറഞ്ഞാൽ, സാക്കയുടെ ബാക്കപ്പ് ആയിട്ട് പോകാൻ കുറെ പ്ലെയേഴ്സ് മടിച്ചിട്ട് സൈൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് 2-3 സീസൺ ആയിട്ട് നമ്മൾ ബാക്കപ്പ് ആയിട്ട് നോക്കി കുറെ പ്ലെയേഴ്സ് മടിച്ചു നിന്ന് സാക്കയുടെ ബാക്കപ്പ് ആയിട്ട്. അറ്റ്ലീസ്റ്റ് ഒരാൾ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഈസ് ടേക്കിംഗ് ദാറ്റ് എന്താ ചാൻസ്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കുന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് സംതിങ് പോസിറ്റീവ് എന്നാണ് പറയുന്നത്. ആ ഭാഗങ്ങളൊക്കെ പ്ലെയർ എടുക്കുന്ന ഡിസിഷൻ പോസിറ്റീവാ. ഇതിപ്പം മെഡുവയ്ക്ക് അല്ലല്ലോ 52 മില്യൺ ചോദിച്ചത്, ക്ലബാണ് ചോദിച്ചത്. ക്ലബ്ബ് തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത്, ക്ലബിന്റെ നെഗോസിയേഷൻ ഡീൽസിലാണ് അവിടെ പ്രശ്നം. ഇത്ര ഹേറ്റ് മെഡുവയ്ക്കിലോട്ട് വരുന്നതിൽ എനിക്ക് അത് സംഭവം അറിയില്ല. അല്ല, ഇത് സെയിം നമ്മുടെ ക്ലബിൽ ഇത് എപ്പോഴും ഉള്ളതാണ്. കാരണം ആന്റണിയെ ഇതേപോലെ സെയിം ക്ലബ്ബ് ആദ്യം സൈൻ ചെയ്യുന്നതിന് പകരം ആ സമയം എനിക്കൊന്ന് ഫ്രാങ്കി ഡിജോങ്ങിന്റെ പുറകെ എന്തോ പോയി, ഒരു ട്രാൻസ്ഫർ വിൻഡോ മൊത്തം അതിന്റെ പുറകെ നടന്നില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പാനിക്കായി, ആന്റണിയെ വേണോന്ന് ചെന്ന് അയാക്സിനോട് ചോദിച്ചു. അയാക്സ് പറഞ്ഞു ഇല്ല, സെല് ചെയ്യാൻ പറ്റില്ല, സീസൺ ഇസ് ഓൾമോസ്റ്റ് ഗോയിങ് ടു സ്റ്റാർട്ട്. അവര് തോന്നുന്ന വില പറഞ്ഞു, വി ഹാഡ് ടു പേ. അപ്പൊ ആ ഒരു ടാഗിൽ വരുമ്പോഴത്തേക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രഷർ പ്ലെയറിൽ ഓൾറെഡി കാണും, which does not help. അപ്പോ അതാ ഈ ക്ലബിന്റെ നെഗോസിയേറ്റ് ക്ലബ്ബ് ആണ് കൊടുക്കാൻ തീരുമാനിച്ചത്, അല്ലാതെ പ്ലെയർ അല്ല പറഞ്ഞു എനിക്ക് 50 മില്യൺ തന്നെ മേടിച്ചോ. അത് കുറെ കഴിയുമ്പോൾ ടോക്സിക് ആയാണ് പിന്നെ ഈ പ്ലെയറിനെ അബ്യൂസ് ചെയ്യുന്ന പരിപാടിയും അതൊക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പില്ലേ, നിനക്കിപ്പം എന്തായാലും മിഡ്ഫീൽഡിലും വിങ് ബാക്സിലും വിങ്സിലും റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്കിലൊക്കെ നിങ്ങൾക്ക് അഡീഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഈ സീസൺ തുടങ്ങുമ്പം യു കനോട്ട് ബിൽഡ് എവറി പൊസിഷൻ ഫോർ ഷുവർ. കാരണം എല്ലാം മറ്റേ നമ്മുടെ പ്രോഫിറ്റ്സും ലോസും എല്ലാം നോക്കി, PSR ഇഷ്യൂസ് എല്ലാം നോക്കിയിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ദർ വിൽ ബി എ മിസ്സിംഗ് പീസ് എന്തായാലും ഉണ്ടാവും. അൾട്ടിമേറ്റ് ടീം നമുക്ക് ഒറ്റൊരു ട്രാൻസ്ഫർ വിൻഡോയിൽ കിട്ടില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ അടുത്ത സീസൺ അറ്റ്ലീസ്റ്റ് ടിൽ ജാനുവരി വിൻഡോ വരെ ഒന്ന് ഓടിക്കണം. ഒരു ടോപ്പ് ലെറ്റ്സ് സേ, ഞാൻ ഇതാക്കി പറയുമല്ല, അറ്റ്ലീസ്റ്റ് ടോപ്പ് 8 എത്തണം. കാരണം 16-17 ഫിനിഷ് ചെയ്തിട്ട് അതെ ടോപ്പ് 6 ടോപ്പ് 4 ഇപ്പൊ ചിന്തിക്കുന്നത് ഇറ്റ് ഈസ് ലൈക്ക് ഓവർ പ്രഷർ ഓൺ കോച്ച് ആൻഡ് പ്ലെയേഴ്സ്. ഉള്ള പ്ലെയേഴ്സിനും വരുന്ന പ്ലെയേഴ്സ് ടോപ്പ് 8 അറ്റ്ലീസ്റ്റ് ജാനുവരിയിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേണം ഒരു സ്റ്റെപ്പ് മേളിൽ ടോപ്പ് 6 വേണം, യൂറോപ്പ ലീഗിലോട്ടൊക്കെ ചിന്തിക്കുന്ന രീതിയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പ്ലെയേഴ്സിനെയാണ്, ഏതൊക്കെ പൊസിഷൻ പ്ലെയേഴ്സ് അല്ല, ഏതൊക്കെ പൊസിഷൻ മിനിമം ഫില്ല് ചെയ്യണമെന്ന് തോന്നുന്നു വരുണ്ട പെർസ്പെക്റ്റീവിൽ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രൈക്കർ മസ്റ്റ് വേണം, പിന്നെ മിഡ്ഫീൽഡ്, പിന്നെ ഗോൾ കീപ്പർ. ഐ ഹാവ് 0 കോൺഫിഡൻസ് ഇൻ ഒനാന.
ഗോൾ കീപ്പർ വേണ്ട എനിക്ക്, ആ ഗോൾ കീപ്പർ വേണ്ട ശരിക്കും. സ്ട്രൈക്കർ മാറണം, ഗോൾ കീപ്പർ മാറണം. മിഡ്ഫീൽഡ് 2 കഴിഞ്ഞ സീസൺ കളിച്ചത് ബ്രൂണോയും കസമീറോയാണ്. ഉം. അതൊരു ഭയങ്കര വർക്ക് റേറ്റ് ഉള്ള, എനിക്കറിയില്ല ഉഗാട്ടെ എന്തുകൊണ്ടാണ് കളിപ്പിക്കാത്തത്, മെയിന് വർക്ക്ഔട്ട് ആവുന്നില്ല. ബട്ട് ഒരു കിടിലം ഒരു നമ്പർ 6 കളിക്കാനുള്ള നമ്പർ 6. പിന്നെ ഒബ്വിയസ്ലി കുനി ആൻഡ് എംബൂമോ. ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി ബാക്ക് 3 എനിക്ക് കുഴപ്പമില്ല. ബാക്ക് 3 ആക്ച്വലി ഡെലിറ്റ്, യോറോ, ലിസാൻഡ്രോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ മെഗ്വയർ, ഡെലിറ്റ്, മസറാവോ, യോറോ. ഐ എം ഹാപ്പി വിത്ത് ദ ബാക്ക് 3, നോ പ്രോബ്ലം. അത്യാവശ്യം ഡീസന്റ് ബാക്ക് 3 തന്നെയാണ്. വിങ് ബാക്സിന്റെ കാര്യം അറിയില്ല. മസറാവോ, ഡാലോയും അപ്പുറത്ത് ലൂക്ക് ഷോ ഫിറ്റ് ആണെങ്കിൽ ഐ എം ഹാപ്പി വിത്ത് ലൂക്ക് ഷോ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഹിൽ ബി ഫിറ്റ്. ബട്ട് ജാനുവരി വരെയെങ്കിലും ലൂക്ക് ഷോ പുതിയ കോച്ച് വരുമ്പോ ഒന്ന് ഫിറ്റ് ആവും, പിന്നെ മാസങ്ങളോളം അൺഫിറ്റ് ആവുന്ന ഒരു പ്ലെയർ. സി ടു ബി ഫെയർ, അതൊരു എന്താ, ആസ് എ റൈവൽ ഫാൻ ഞാൻ ചിന്തിക്കുമ്പോൾ ലൂക്ക് ഷോ അവിടെ നിൽക്കേണ്ട സന്തോഷം എന്ന് എനിക്ക് പറയാം. പക്ഷെ ആസ് എ ഫുട്ബോളിംഗ് പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹൈ ടൈം യു റീപ്ലേസ് ലൂക്ക് ഷോ. അത് അത്യാവശ്യമാണ്. സെയിം തിങ് ഇവരെയൊക്കെ ആരും, ഇവർക്ക് നമ്മൾ പബ്ലിക്ലി, സോ എവ്രി വൺ നോസ്, മനസ്സിലായി ലൂക്ക് ഷോ ഇതാണ് എന്നുള്ളത്. പിന്നെ ഹൈ വേജസ് ആണ് കമ്പയർഡ് ടു അതർ ക്ലബ്സ്. വേജ് ഇത്രയും ഇഞ്ചേർഡ് ആവുന്ന ഒരാൾക്ക് എത്ര ഹൈ വേജ് ആണ്. സോ ഇമ്പോസിബിൾ ടു മൂവ് ഓൺ ആണ്. ഇപ്പൊ ലൂക്ക് ഷോ ഫിറ്റ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഡോഗുയും പിന്നെ അമാസ് എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്, അക്കാഡമി പ്ലെയർ ഉണ്ട്. ജസ്റ്റ് കൈൻഡ് ഓഫ് ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരിക്കും. അമാദ് ഉണ്ട്, അമാദ് ക്യാൻ ഓൾസോ പേ റൈറ്റ് വിങ് ബാക്ക് കളിക്കാം. മെസറാവ് ഇപ്പുറത്തിടാം. അങ്ങനെ വിങ് ബാക്കും ഐ എം ഓക്കെ, പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള ഇതുണ്ട്. മിഡ്ഫീൽഡ് നമ്മുടെ കഴിഞ്ഞ എല്ലാ സീസണിലെയും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡ് നല്ല ഇന്റൻസ് വർക്ക് റേറ്റ് ഉള്ള ഒരു ടീമായിട്ട് കളിക്കുകയാണെങ്കിൽ ദേ ഔട്ട് റൺ us. ബിക്കോസ് ബ്രൂണോ അത്രയും അങ്ങനത്തെ ഒരു ബോൾ വിന്നർ അല്ല ബ്രൂണോ. കെസമീറോ ആണെങ്കിലും പ്രൈമിലല്ല. ട്രൈ ഇസ് ബെസ്റ്റ്, ബട്ട് പോരാ. അപ്പം ഈ ഷുഗാർട്ടെ ക്യാൻ സ്റ്റെപ്പ് അപ്പ്, ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഒരു അറ്റ്ലീസ്റ്റ് വൺ വെരി ഗുഡ് ഹോൾഡിംഗ് ഡിഫെൻസീവ് പ്ലെയർ വേണം നമുക്ക്, മസ്റ്റ് ആണ്. അപ്പം സ്ട്രൈക്കർ, ഹോൾഡിംഗ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ, പിന്നെ ഒരു ഗോൾ കീപ്പർ അറ്റ്ലീസ്റ്റ്. പിന്നെ എംബൂമെ ഞാൻ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടാണ്. ബാക്കി ഈ 3 സൈനിങ്സ് കൂടെ ആണെങ്കിൽ ഓക്കെ, വി ഹാവ് സംതിങ് ടു വർക്ക് ഓൺ. ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ പറയട്ടെ, ഇവിടെ കേട്ടിട്ടില്ല ഞാൻ സത്യം പറഞ്ഞ. ടു ബി ഫെയർ, സൗത്ത് ആംപ്ടണിൽ പോയതാണ്. സൗത്ത് ആംപ്ടണിലല്ലേ പോയത്? റാംസ്ഡേൽ. അവർ റെലഗേറ്റ് ആയി. വുഡ് യു തിങ്ക് റീപ്ലേസിംഗ് ഒനാന വിത്ത് റാംസ്ഡേൽ ഇസ് ബെറ്റർ ഓപ്ഷൻ ഫോർ യു നൗ? കാരണം മാർക്കറ്റിൽ ഓർ പ്രോപ്പർ ഗാർസിയ അങ്ങനത്തെ ഒക്കെ മേജർ ഗോൾ കീപ്പേഴ്സ് അല്ലെങ്കിൽ എന്തേലും എന്താണ് ആ ഒരു ഭാഗത്ത്? കാരണം സ്പെൻഡിങ് ഇപ്പൊ, കാരണം ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് കമ്പയറിങ് ആർസണൽ സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ ഒരു വർഷത്തേക്ക് റാംസ്റ്റൈലിനെ കൊണ്ടുവന്നു. ഒരു ഷോർട്ട് സ്റ്റോപ്പിംഗ് അവന് നല്ല കഴിവുണ്ട്. ഇഫ് ദ ഡിഫൻസ് ഈസ് ഓക്കെ, ഷോർട്ട് സ്റ്റോപ്പിംഗ് ബാക്കിൽ നിന്ന് കളിക്കാൻ അവന് പറ്റില്ല. മിസ്റ്റേക്സ് കുറച്ച് ഉണ്ട് കമ്പയർഡ് ടു ഒനാന. നോക്കിക്കഴിഞ്ഞാൽ ഐ വുഡ് സേ ലെസ് മിസ്റ്റേക്സ്. സൗത്ത് ആംപ്ടണിൽ സത്യം പറഞ്ഞാൽ കുറെ ഗോൾസ് കൺസീഡ് ചെയ്തു, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ അത്രയും വേഴ്സ് ഡിഫൻസും ആയിരുന്നു അവരുടെ ആ ഒരു സാഹചര്യത്തിൽ. അതെ, അല്ല അത് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ലൈക്ക് നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കി. കാരണം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ക്ലബ് വേൾഡ് കപ്പിലൊക്കെ ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു, ഏതൊരു ബ്രസീലിയൻ ടീമിലൊക്കെ കളിച്ച ഒരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നു. ലൈക്ക് ഈസ് 29 years old. 10 million അത്ര എന്തേ ഉള്ളൂ. ലൈക്ക് മതി. ലൈക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ ഭയങ്കര ഹൈ പ്രൊഫൈൽ ഒന്നും വേണ്ട. ലൈക്ക് നമ്മൾ ഈവൻ ഐ വുഡ് ടേക്ക് ഡെഹെ ബാക്ക് ആക്ച്വലി. ലൈക്ക് ഐ വുഡ് ഡെഫിനറ്റ്ലി ഇൻ എ ഹാർട്ട് ബീറ്റ് ഞാൻ ഡെഹേനെ തിരിച്ച്, ലൈക്ക് ഷോർട്ട് സ്റ്റോപ്പിംഗ്, ക്രോസ്, റിയാക്ഷൻസ്, ഇതൊന്നും ഭയങ്കര മോശമാണ്. ഓക്കെ, ദെൻ വാട്ട് ആർ യുവർ സ്ട്രെങ്ത്? പ്ലേയിങ് ഔട്ട് ഫ്രം ദ ബാക്ക്? ഇല്ല, അതും ഇല്ല. അപ്പോ ബേസിക്കലി വീക്ക്നെസ് മാത്രമുള്ള ഒരു കീപ്പറിനെ പോലെയാണ്. ലൈക്ക് വി ഗിവൺ ഹിം ഇനഫ് ടൈം. ലൈക്ക് ഒരു സെൻസ് ഓഫ് ഇംപ്രൂവ്മെന്റും കാണുന്നില്ല. അപ്പം ലൈക്ക് ഗോൾ കീപ്പർ മസ്റ്റ് ചേഞ്ച് ആണ്. പക്ഷെ അത് പ്രോബ്ലം ഇസ് ഹി വോണ്ട് ലീവ്. അപ്പോ ഒനാന വിൽ ബി ഹിയർ നെക്സ്റ്റ് സീസൺ ആസ് വെൽ. അതാണ് എന്റെ ഒരു പ്രശ്നം. അതാ ഒനാനയുടെ എന്ന് പറഞ്ഞാൽ, ഈവൻ ദോ ഹാംസ്ട്രിങ് ഇഞ്ചുറി, അറ്റ്ലീസ്റ്റ് അവനൊരു കോമ്പറ്റീഷൻ ആയിട്ട് ഒരു ഗോൾ കീപ്പർ വന്നു എന്നുണ്ടെങ്കിൽ മിസ്റ്റേക്സ് വരുമ്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഇനീഷ്യലി അവന് 2 ഗെയിം സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ ഗോൾ കൺസിഡർ ചെയ്ത് വേറൊരു ഗോൾ കീപ്പറിനെ ജസ്റ്റ് ട്രൈ ചെയ്തു. ഇഫ് ഈസ് ഡൂയിങ് ബെറ്റർ, ദാറ്റ് വിൽ പ്രൊവോക്ക് അല്ല, ഒരു ഗെയിമിംഗ് മെന്റാലിറ്റി വരും, പെർഫോം ചെയ്യാൻ തോന്നും.
ആ ഒരു രീതിയിൽ അറ്റ്ലീസ്റ്റ് ഫോർ 1 ഇയർ അങ്ങനെ ഒരു സ്ട്രോങ് സിറ്റുവേഷൻ. കാരണം ഒനാനയ്ക്ക് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹി ക്യാൻ ലൈക്ക് വൺ തിങ് ഈസ് അവന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഹിൽ സ്റ്റാർട്ട് ബ്ലെയിമിംഗ് ദി ഗോൾ കീപ്പർ അല്ല ഡിഫൻസ് എല്ലാരെയും അവനൊഴിച്ച് ബാക്കി എല്ലാരെയും എല്ലാവരെയും ഹി വിൽ. പിന്നെ എന്തെങ്കിലും മര്യാദയ്ക്ക് ചെയ്തതിന് ഇറ്റ് ഇസ് ഓൺ മീ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു കിഡിലെ സേവ് ചെയ്തതിന് ഇറ്റ് ഇസ് ഓൺ മീ എന്നുള്ള രീതി ആ ഒരു ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി അത് എന്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് കളി കാണുമ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം അല്ല ഒനാനെ. അങ്ങനെ തന്നെയാണ്. അപ്പം ബാക്ക് ഫോർ കണ്ടറിയാം ഡിഫൻസ് ആക്ച്വലി ട്രസ്റ്റ് ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് കംഫർട്ടബിൾ. അത് നമുക്ക് കളി കാണുമ്പോൾ മനസ്സിലാവും. ലൈക്ക് ഗോൾ കീപ്പറിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കംഫർട്ടബിൾ. വാട്ട് ഈസ് ഹി ഗോയിങ് ടു ഡു, ഈസ് ഹി ഗോയിങ് ടു മേക്ക് എ മിസ്റ്റേക്ക്, അങ്ങനെ ഒരു ഇതുണ്ട്. അത് വിച്ച് ഇസ് നോട്ട് ഗുഡ്. മെയിൻ തിങ് ഇസ് നിങ്ങൾ ബാക്കിൽ നിന്ന് കളിക്കാൻ നോക്കുന്നു. ആമോറിം സിസ്റ്റം വാണ്ട്സ് ടു പ്ലേ ഫ്രം ദ ബാക്ക്, ബട്ട് ഗോൾ കീപ്പർ വൺസ് ഹി ഗീവ്സ് എ ബാക്ക് ലൈക്ക് പാസ് ടു ദ ഡിഫൻഡർ, പുള്ളി പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല ബോൾ, ബട്ട് ദ ഡിഫൻഡർ ഇസ് എക്സ്പെക്ടിങ് എ ബോൾ. അവന്റെ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ റൺ ചെയ്ത് ഫ്രണ്ടിലോട്ടൊക്കെ ഒരു പാസ് എക്സ്പെക്ട് ചെയ്ത രീതിയിലാണ് അവർ തിരിച്ചു കൊടുക്കുന്നത്. പിന്നെ ഹീസ് ക്ലൂലെസ് വൺസ് ഹി ഗെറ്റ്സ് ദ ബോൾ ബാക്ക്. എന്താ ചെയ്യണം? പിന്നെ ലോങ് ബോൾ എന്ന് പറഞ്ഞെങ്കിൽ ബോൾ മിസ് പാസ് ചെയ്യുന്നു അല്ലെങ്കിൽ പുറത്തോട്ട് അടിച്ചു കളയുന്നു. ദാറ്റ് ഇസ് ഒരു സ്ക്രൂട്ടനി സിറ്റുവേഷൻ അവിടെ വന്നോണ്ടിരിക്കുക. പ്ലേയിങ് ഫ്രം ദ ബാക്ക് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം ആർസെൽ പല സിറ്റുവേഷനിൽ അനുഭവിച്ചൊരു കാര്യമാണ്. കാരണം റാംസ്റ്റേലെ സിറ്റുവേഷൻ ആണെങ്കിലും അങ്ങനെ പല ഗോൾ കീപ്പേഴ്സിലും പ്ലേയിങ് ഫ്രം ദ ബാക്ക് വരുമ്പം മിസ്റ്റേക്സ് വന്ന് കൺസീഡ് ചെയ്ത സിറ്റുവേഷൻ. റായ ഈസ് ബെറ്റർ ഇൻ ദാറ്റ് വേ. നമ്മൾ കുറെ ഗോൾ കീപ്പേഴ്സ് മാറി മാറിയാ വന്ന്. സോ ഒരു പരീക്ഷണം പോലെ അതാണ് സിറ്റുവേഷൻ. അത് റായ നല്ല ഷോർട്ട് സ്റ്റോപ്പറുമാണ്. ലൈക്ക് ഹി ഹാസ് വെരി ഗുഡ് റിയാക്ഷൻസും അതുകൊണ്ട് ലൈക്ക് എസെൻഷ്യലി അതല്ലേ. അതാണ് ഇപ്പൊ ആലിസനെയൊക്കെ നമ്മൾ പറഞ്ഞ. ഐ തിങ്ക് ആലിസൺ ഇസ് ബെറ്റർ ദാൻ എഡേഴ്സൺ. കാരണം ആലിസന്റെ ബെറ്റർ ഗോൾ കീപ്പർ എന്ന് വെച്ചാൽ ലൈക്ക് ഷോർട്ട് സ്റ്റോപ്പർ ആണ്. കുറെ കൂടെ നല്ല ഷോർട്ട് സ്റ്റോപ്പർ ആണ്. ക്രോസസ് വിൻ ചെയ്യാൻ അറിയാം. ഇത് നമ്മുടെ ഗോൾ കീപ്പറിന് ഇതൊന്നും അറിയില്ല. ബേസിക് ആയിട്ടുള്ള ഗോൾ സിമ്പിൾ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇഫ് ആലിസൺ ആൻഡ് എഡേഴ്സൺ വാസ് സ്വിച്ച്ഡ് ടു ഓപ്പോസിറ്റ് ടീംസ്, ലൈക്ക് ഇപ്പം ആലിസൺ ലെറ്റ്സ് സേ സിറ്റിയിൽ കളിച്ചാലും എഡേഴ്സൺ ലിവർപൂൾ പോയി കഴിഞ്ഞാൽ ടു ഡിഫറെന്റ് സിറ്റുവേഷൻ ആയിരിക്കും. ആലിസൺ വിൽ പെർഫോം ദ സെയിം വേ ലിവർപൂൾ പെർഫോം ചെയ്ത പോലെ ബെറ്റർ ചെയ്തേനെ ചിലപ്പം. ലൈക്ക് അത്രയും സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും ചില സമയത്തുള്ള കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ലിവർപൂൾ സിറ്റുവേഷനിൽ അവർ ഫാസ്റ്റ് പേസ് കളിക്കുമ്പോൾ യു മൈറ്റ് ഗെറ്റ് മോർ ഷോട്ട്സ് ഓൺ യുവർ ബോക്സ്. കൗണ്ടർ എഡർസണിന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം എഡേഴ്സൺ ഗെറ്റ് സേവ്ഡ് ബിക്കോസ് ഓഫ് ദെയർ ഡിഫൻസ്. ആ മിഡ്ഫീൽഡ് അങ്ങനെയൊക്കെ വരുമ്പം കുറെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പ്ലേയിങ് ഫ്രം ദ ബാക്ക് ഈസ് പെർഫെക്റ്റ്. ബോൾ കൺട്രോൾ ഓൺ ദ ലെഗ്സ് അടിപൊളിയാണ് പുള്ളിയുടെ ആ സ്കിൽസ്. ബട്ട് ഷോർട്ട് സ്റ്റോപ്പിംഗ് കുറവാ എഡേഴ്സന്. അതിനെന്താ പറ്റി അങ്ങനെ ഇപ്പൊ ജസ്റ്റ് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞത്. അതെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എന്തെങ്കിലും ഒരു സ്ട്രെങ്ത് നമുക്ക് വേണം. പക്ഷെ അത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് മറ്റെല്ലാരേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ആ ടീമിനെ അത് ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ ഒനാനയുടെ സ്ട്രെങ്ത് പ്ലേയിങ് ഔട്ട് ഫ്രം ദ ബാക്ക് ആണെങ്കിൽ അത് ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ then there's no point. അപ്പം നമ്മൾ പിന്നെ നോക്കുന്നത് ഷോർട്ട് സ്റ്റോപ്പിംഗ് എബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോ നമ്മൾ ലൈക്ക് പിന്നെ എന്താ നമുക്ക് എന്ത് കോൺഫിഡൻസ് ആണുള്ളത്? അപ്പോ നമ്മളൊരു ബേസിക്കലി ഒരു നല്ലൊരു ഷോർട്ട് സ്റ്റോപ്പർ. ഇപ്പം ഇന്റർ മിലാൻ PSG ഫൈനൽ ചാമ്പ്യൻസ് ലീഗിൽ രണ്ടുപേരും ബോൾ പ്ലേയിങ് ഗോൾ കീപ്പേഴ്സ് ഒന്നും അല്ല. ഡൊണറൂമേ ബോൾ പ്ലേയിങ് അല്ല, സോംനറും അങ്ങനെ അല്ല. പക്ഷേ ദേ ആർ പ്ലേയിങ് ഫോർ ഗുഡ് ടീംസ് അല്ലേ? അപ്പൊ അങ്ങനെ മാത്രമേ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതല്ല. പിന്നെ എല്ലാ മാനേജറിനും ഇപ്പം അർട്ടേറ്റയ്ക്കുണ്ട്, ക്ലോപ്പിനുണ്ട്. എവ്രിബഡി വെൻ ദേ കം ഇൻ ടു ദ ക്ലബ് ഫസ്റ്റ് തിങ് ദാറ്റ് ദേ ഡു ഇസ് ഫൈൻഡ് ദെയർ ഗോൾ കീപ്പർ. അത് ഗോൾ കീപ്പർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അമോറിമിന് അതും ഇല്ല. പ്ലേ വിത്ത് വാട്ട് ടെൻ ഹാഗ് വന്നപ്പോഴും അയാളുടെ മെയിൻ മാനായിട്ട് കൊണ്ടുവന്നത് ഒനാനെ. എന്നിട്ട് ടെൻ ഹാഗ് ലെവർക്യൂസനിൽ പോയി. ലെവർക്യൂസനിൽ പോയിട്ട് ഒനാനെ അല്ല മേടിച്ചത്, വേറെ ഗോൾ കീപ്പറെ മേടിച്ചത്. അതെ. ഇവിടെ ഇപ്പം സത്യം പറഞ്ഞ യുണൈറ്റഡ് സിറ്റുവേഷനിൽ ഇപ്പം എനിക്ക് ഈസ് ദ ക്ലബ് ഹെൽപ്പിംഗ് ആമോറിം നൗ? അതാണ് എന്റെ ചോദ്യം. കാരണം ടെൻ ഹാഗ് വന്നപ്പോഴും ടെൻ ഹാഗിന് ഒരു സീസൺ ഈ ആവശ്യമുള്ള പ്ലേയേഴ്സ് കൊടുത്തു. എല്ലാം കിട്ടിയില്ലെങ്കിലും 1-2-3 പ്ലേയേഴ്സ് ചോദിച്ച എല്ലാം കിട്ടിയിട്ടുണ്ട്. ബട്ട് ഹി ഡിഡ്ന്റ് പെർഫോം. ഇപ്പൊ ആമോറിമിന് ആവശ്യമുള്ള പൊസിഷനിൽ പ്ലേയേഴ്സിനെ നോക്കുന്നുണ്ടോ മാർക്കറ്റിൽ? ഇതിന് ക്ലബ്ബ് സിറ്റുവേഷൻ ഇതുവരെ കണ്ടത് വെച്ചിട്ട് ലൈക്ക് ദർ ഇസ് സീറോ ബാക്കിംഗ്. ലൈക്ക് ബാക്കിംഗ് എന്ന് പറയുന്നതേ ഇല്ല. ലൈക്ക് ഇതിപ്പോ ലൈക്ക് നൗ ഇറ്റ്സ് ലൈക്ക് 13th of July. ഇനിയിപ്പോ ലൈക്ക് 2 വീക്സിനകത്ത് പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പ്രീമിയർ ലീഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യും. ദ ഓൺലി സൈനിങ് വി ഡിഡ് ജാനുവരിയിൽ ഒരു വിങ് ബാക്കിനെ സൈൻ ചെയ്തു.
ഡോഗുവിനെ സൈൻ ചെയ്തു. അതും ഡെവലപ്മെന്റൽ പ്ലെയർ ആണ്, ഡെവലപ്പ് ചെയ്ത് വരാനുള്ളതാണ്. പിന്നെ കൂനിയനെ റിലീസ് ക്ലോസ് കൊടുത്തു. വളരെ നേരത്തെ ആ ഡീൽ എഗ്രി ചെയ്തതാണ്. കാരണം റിലീസ് ക്ലോസ് കൊടുത്താൽ മാത്രം മതി, വേജ് എഗ്രി ചെയ്ത് ഈസി. പക്ഷെ ഇനിയിപ്പം ഒരുപാട്, ഒന്നാമത്തെ കാര്യം വി ഹാവൻ സോൾഡ് എനി വൺ തിങ്, ആരും പോയിട്ടില്ല. റൂബൻ അമോറിമിന് വേണ്ട എന്ന് പറഞ്ഞ ഒരൊറ്റ പ്ലെയറിനെ സെല്ല് ചെയ്തിട്ടില്ല. വേണ്ട പ്ലേയേഴ്സിനെ ഒന്നും സൈൻ ചെയ്ത്, മെയിൻ ഇത് ഓപ്ഷൻ വാസ് സ്ട്രൈക്കർ, മേടിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഗോൾ കീപ്പർ. അപ്പം ഇറ്റ്സ് ദെയർ മാൻ. പക്ഷേ മേ ബി വിൻഡോ എൻഡ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും മേടിച്ചു കൊടുക്കുമായിരിക്കും. പക്ഷെ ഇതിൽ ഇമ്പോർട്ടൻറ്റ്, ഇപ്പൊ ലിവർപൂൾ പ്രൈം എക്സാമ്പിൾ, അവർ അവരുടെ ടീമിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രീ സീസൺ തുടങ്ങുമ്പോൾ ആർനെ സ്ലോട്ടിന് വേണ്ട 90% അല്ലെങ്കിൽ 80% ഓഫ് പ്ലേയേഴ്സ് അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി അവിടെ എവിടെയൊക്കെ ഒരു സ്ട്രൈക്കർ ആഡ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. ആൻഡ് ദേ ഫിനിഷ്ഡ് ആസ് ചാമ്പ്യൻസ്. മനസ്സിലായില്ലേ? അതെ, ഇപ്പൊ നിങ്ങളുടെ കാര്യമാണെങ്കിലും യു ഗൈസ് ഫിനിഷ് സെക്കൻഡ്. സുബിമെൻഡിയെ വേണം സ്ട്രൈക്കർ. പക്ഷെ ഞാൻ ഇന്നേ വേ സ്ട്രൈക്കറിന്റെ ക്ലബിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിലും, ബട്ട് ആ സ്പോർട്ടിംഗ് ആൻഡ് ക്ലബ്ബ് തമ്മിൽ, സ്പോർട്ടിംഗ് ആൻഡ് പ്ലെയർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ് കുറെയൊക്കെ ഡിലേക്ക് കാരണമായത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസിലി നടന്നേനെ. ടു ബി ഫെയർ, ആ ജെന്റിൽമെൻസ് അഗ്രിമെന്റിന്റെ ഓൾറെഡി ആർസെനൽ കൊടുത്തു. ദേ വാണ്ട് മോർ. അവർക്ക് പിന്നെയും അവർ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ കൊടുത്തിട്ടും. അപ്പൊ ആർസെനൽ ഡിഡ് വാണ്ട് ടു ഡിലേ ദ ട്രാൻസ്ഫർ. ആർസെനലിന്റെ ഭാഗത്ത് നല്ല തെറ്റ് സത്യം പറഞ്ഞു. പിന്നെ നമുക്കത് എക്സ്ക്യൂസ് ചെയ്യാം, ബിക്കോസ് വെരി ഗുഡ് പ്ലെയർ ആണ്, വെരി ഗുഡ് സ്ട്രൈക്കർ ആണ്, നിങ്ങളുടെ സിസ്റ്റത്തിൽ സ്യൂട്ട് ആവും, നല്ലോണം സ്യൂട്ട് ആവും. ലൈക്ക് ഇൻസൈഡ് ദ ബോക്സ് മാത്രം നിന്നാൽ മതി, ബാക്കി പ്ലേയേഴ്സ് എത്തിച്ചോളൂ, ഫിനിഷ് ചെയ്താൽ മതി, ഹി വിൽ ഡു ഇറ്റ്. അപ്പോ അത് ഇപ്പൊ യു ഗൈസ് ഫിനിഷ് സെക്കൻഡ്, മച്ച് എബോവ് അസ്, മച്ച് ബെറ്റർ സീസൺ ആയിരുന്നു. സെമി ഫൈനൽ വരെ പോയി ചാമ്പ്യൻസ് ലീഗിൽ. യു ഗൈസ് ആർ മൂവിങ് ക്വിക്ലി, നിങ്ങൾക്ക് സൈനിങ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് സിറ്റി ആസ് ഓൾവേസ് വെരി ഗുഡ്. ചെൽസി, ലുക്ക് ചെൽസി, എത്ര പേരെ, 4 പേരെ സൈൻ ചെയ്തു, എത്ര പേരെ സെല്ല് ചെയ്തു. സി ഇവരൊക്കെ, ഈവൻ ടോട്ടൻഹാം 24 hours 2 ഹിയർ വി ഗോ ഒക്കെ അടിച്ചു. ഒരെണ്ണം മറ്റേ അത് കോംപ്ലിക്കേറ്റഡ് കേസ്. അതെ. അപ്പം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും ലൈക് ദെർ ആർ ഫാൻസ് സേയിങ് ദാറ്റ് നമ്മൾ എത്രയും നേരത്തെ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വറി ചെയ്യുന്നത്. ബിക്കോസ് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ട്രാൻസ്ഫർ വിൻഡോ, ഇതിനു മുന്നേ വർഷങ്ങളായിട്ട് കാണുവാണ്. അപ്പം ഇതിന്റെ ഒരു പാറ്റേൺ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാം. ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഐ എം റോങ്. അപ്പൊ പ്രോപ്പർലി ബാക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റൂബൻ അമോറിം വിൽ ഗെറ്റ് സാക്ഡ് ബൈ ക്രിസ്മസ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. മേജർ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഈ ട്രാൻസ്ഫർ വിൻഡോയുടെ ഡെഡ് ലൈൻ ഡേ വരെ വെയിറ്റ് ചെയ്ത് പ്ലേയേഴ്സിനെ വാങ്ങിച്ചു കഴിഞ്ഞാലും യുവർ ഫസ്റ്റ് ഫ്യൂ ഗെയിംസ് വിൽ ബി ദെയർ പ്രീ സീസൺ. അതെ, അവർക്ക് പ്രിപ്പയർ, ആ ടീം മൊത്തം ജെല്ലാണ്. കാരണം അത് ക്ലിയർലി എവിഡന്റ് ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട പ്ലേയേഴ്സ് എല്ലാം ലാസ്റ്റ് വന്നു, ആ ടൈം ഡിലേ ഉണ്ടായി അങ്ങനെ. അപ്പം പ്രീ സീസൺ അലമ്പായി, മറ്റേ സീസൺ അലമ്പായി. അതിന് മുന്നേ ജിസൂസും സിഞ്ചെങ്കോ ഒക്കെ വന്ന സീസൺ, പ്രീ സീസണിന് മുന്നേ മേജർ സ്റ്റാർട്ട് ചെയ്യാൻ വന്ന എല്ലാ പ്ലേയേഴ്സും ഉണ്ടായി. ദാറ്റ് ഷോഡ് എ ഡിഫറൻസ്. ആ 2 സീസൺ ഡിഫറൻസ് ഉണ്ടായി. അതാണ് എല്ലാവർക്കും അറിയാം. ഇത് യുണൈറ്റഡിനെ വെച്ച് ബാക്കി എല്ലാവർക്കും ഇത് അറിയാം. അങ്ങനെയാണ്. കാരണം ഇതിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫസ്റ്റ് 5 ഗെയിംസ് അറിയാമല്ലോ. ഫസ്റ്റ് ഗെയിം നിങ്ങളുമായിട്ടുണ്ട്, പിന്നെ സിറ്റി വരുന്നുണ്ട്, പിന്നെ ചെൽസി വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം പോയിന്റ് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാട്ട്സ് ദ പോയിന്റ്? മനസ്സിലായില്ലേ? അതെ, ഇനീഷ്യലി ഫസ്റ്റ് തന്നെ ടോപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്ട്രഗിൾ. നമുക്ക് കേറാമെന്ന് വിചാരിച്ചാലും ഇറ്റ് ഇസ് എ സ്ട്രഗിൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ മൊമെന്റം ഇസ് ഇമ്പോർട്ടന്റ്. നമ്മൾ വിന്നിംഗ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഇപ്പോ ഈവൻ ഞാൻ പറയുന്ന ആർസെനൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ വെരി ഫിയസ്ലി കോമ്പീറ്റ് ചെയ്ത് ഒരു 1-1 പിടിച്ചു, എവരിബഡി ഈസ് ഹാപ്പി. ലൈക് ഓക്കെ, നമുക്ക് ആർസെനലിനെ പിടിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അപ്പോ അത് ഈസ് ഇമ്പോർട്ടന്റ്. അത് എങ്ങനെ നടക്കും? നല്ലൊരു സ്ക്വാഡ് ഉണ്ടെങ്കിൽ അത് നടക്കും. അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഞാൻ പിന്നെ പഴയതുപോലെ അത്രയും ഇൻവോൾവ് ആയിട്ട് ട്രാൻസ്ഫർ ഞാൻ നോക്കുന്നില്ല. കാരണം ഇറ്റ്സ് ക്വൈറ്റ് ഡിപ്രസിങ് ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കഴിയട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നുള്ള ഇതിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. കുറച്ച് കാമായിട്ട് ഇരിക്കുവാണ്. സത്യം പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു എന്റെ മീൻസ് ഇനീഷ്യലി ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയപ്പം ആദ്യമേ പറഞ്ഞു ജൂലൈയിൽ നമ്മൾ ബിസിനസ് തുടങ്ങുള്ളൂ. അപ്പൊ അതിന് മുന്നേ കുറെ ലിങ്ക് വരുന്നു, എന്തായാലും ഒന്നും നടക്കില്ല എന്ന് ഉറപ്പായിരുന്നു. സുബിമെൻഡിയുടെ മാത്രം, അത് ജനുവരി തൊട്ട് തുടങ്ങിയ കഥ, വിച്ച് ഇസ് ലൈക്ക് എനിക്ക് ഹാപ്പിനെസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് ആ കാര്യത്തിൽ. കാരണം
ഹി വാസ് എ ലിവർപൂൾ ഓർ എ സിറ്റി പ്ലെയർ ഇനീഷ്യലി എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ആ ഡീലായിരുന്നു. ഞങ്ങള് ഇൻവോൾവ് ചെയ്തിട്ടില്ല, നമ്മൾ പോലും ആർസെൽ ഫാൻസ് പോലും ഇൻവോൾവ് ചെയ്തിട്ടില്ല അവന്. പിന്നെ അത് ഡീല് നടന്നു. ഐ എം ഹാപ്പി. റയൽ മാഡ്രിഡ് ഇടയിൽ വന്നെങ്കിലും ഈ ഗെയിം അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് പ്ലെയർ വന്നപ്പം. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ യോക്കറസ് സെസ്കോ അതായിരുന്നു. ലൈക്ക് നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മരുന്ന് തരുന്ന പോലെയായിരുന്നു ഇവരുടെ ന്യൂസ്. ഫെബ്രീസിയോ ആണെങ്കിൽ ഇപ്പം ഒരു സംഭവത്തില് ചാറ്റ് GPT ഇടുകയോ അതിനകത്ത് ഒരു വാക്ക് മാറ്റിയിട്ട് നമ്മൾ സെയിം സാധനം വാക്ക് മാറ്റി റിപ്പീറ്റ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കും. 100 സ്റ്റോറി ഇടും അതിനെപ്പറ്റി. ഒരു ഹോട്ട് ടോപ്പിക് ആണത്. ഈ ട്വിറ്ററിൽ ഭയങ്കരമായിട്ട് കറങ്ങുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ ചുമ്മാ ചറപറ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ പറഞ്ഞിടും. എംബൂമോയില് ഇന്നൊരു അപ്ഡേറ്റ് വന്നായിരുന്നു. ബേസിക്കലി ദർ ഇസ് നോ അപ്ഡേറ്റ്, അതാണ് അപ്ഡേറ്റ്. പക്ഷെ അവര് പറഞ്ഞു ഇന്റൻസ് കോൺവെർസേഷൻസ്, കോൺക്രീറ്റ് ടോക്സ് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക്. അപ്പൊ ഞാനത് കുറെയൊക്കെ ഞാനൊരു ഇടയ്ക്കിടയ്ക്ക് അങ്ങ് നോക്കി വിടുമെന്നല്ല, ഞാൻ റിയാക്ട് ചെയ്യാനോ അത് കൂടുതൽ അതിൽ ഇൻവോൾവ് ആവാനോ പോകും. ബിക്കോസ് ഒന്ന് ആലോചിച്ചു, 42 days വെയിറ്റിംഗ് ഫോർ എ പ്ലെയർ എന്ന് പറയുന്നത് അൺഹേർഡ് ഓഫ് ആണ്. ഇത്രയും വെയിറ്റ് ചെയ്തിട്ടൊക്കെ നെഗോഷിയേഷൻ ഇഷ്യൂസ്, ഭയങ്കര ഇഷ്യൂസ്. അവരാദ്യമേ റേറ്റ് പറഞ്ഞു. ഇപ്പൊ റേറ്റ് നോക്കി അവർ പറഞ്ഞ പ്രൈസ് ഇറ്റ്സ് ഫെയർ, ലൈക്ക് 62 million എന്താണ് പറഞ്ഞത്. ഇറ്റ്സ് എ ഫെയർ പ്രൈസ് ബിക്കോസ് എലാങ്ക 55 പോയി, ഇപ്പം മെഡോയ്ക്ക് 50 പോയി. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു മാർക്കറ്റിൽ അവര് ചോദിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അതെ, ഇറ്റ്സ് ലൈക്ക് അതാണ് ചില സിറ്റുവേഷനിൽ വാട്ട് ഈസ് ദ ടീം റിക്വയർസ് അത് കിട്ടിയേ പറ്റൂ. അറ്റ്ലീസ്റ്റ് ഇഫ് ദാറ്റ് ഈസ് യുവർ പ്രൈമറി ടാർഗറ്റ്, വൺ ഓഫ് യുവർ പ്രൈമറി ടാർഗറ്റ് ആണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കേണ്ടത് ജസ്റ്റ് ക്ലബ്സ് മാനേജ്മെന്റ്. അത് തന്നെയാണ് ആർസെൽ ഫാൻസും പല കാര്യത്തിൽ ചില സമയത്ത് പറയുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് ഞങ്ങൾക്ക് ഒരു ഭാഗത്ത് ചില സാധനങ്ങൾ കൺഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇഫ് 3 പ്ലേസ്, എന്റെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഒരു സ്ട്രൈക്കർ, മിഡ്ഫീൽഡിൽ ഒരു പ്ലെയർ, പിന്നെ ഒരു ഗർനാച്ചോ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒരു പ്രോപ്പർ വിങ്ങർ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡു ബെറ്റർ സ്റ്റാർട്ട് ഇൻ ദ സീസൺ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഇറ്റ് ഷുഡ് ബി ബിഫോർ ഓർ ജസ്റ്റ് അറൌണ്ട് ദ കോർണർ വിത്ത് ദ പ്രീ സീസൺ കിട്ടണം. അതാണ് എന്റെ പെർസ്പെക്റ്റീവിൽ തോന്നിയത്. അത് മൂന്നും ആയിക്കഴിഞ്ഞാൽ ഗോൾ കീപ്പർ ക്യാൻ വെയിറ്റ്. അറ്റ്ലീസ്റ്റ് മാർക്കറ്റിൽ ചിലപ്പം ഡെഡ് ലൈൻ ഡേക്ക് നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടുമായിരിക്കാം. ഒന്ന് അവിടം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഉള്ള സമയം നിങ്ങൾക്ക് മറ്റേ പ്രീ സീസൺ ഒക്കെ സത്യം പറഞ്ഞാൽ ഗോൾ കീപ്പറിനെ വെച്ച് അത്രം ഓടിക്കണമെന്ന് നിർബന്ധമില്ല. ബട്ട് ദീസ് ആർ ദ മെയിൻ പ്രൈമറി ടാർഗറ്റ്സ് അത്യാവശ്യമായിട്ട് തോന്നിയത്. ഗോൾ കീപ്പർ നമുക്ക് എൻഡിൽ പിടിക്കാം എന്നുള്ള സീറ്റ്. സോ അങ്ങനെയാണ്, കുറച്ച് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു പൊസിഷൻ. അതെ. അപ്പൊ നമുക്ക് എന്തായാലും ഇതിപ്പം പകുതി ആയിട്ടുള്ളൂ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. വിൻഡോ ക്ലോസ് ആകുമ്പോൾ നമുക്ക് അതെ ലൈക്ക് കാരണം കുറച്ച് വർഷങ്ങളായല്ലോ. ലൈക്ക് ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് യുണൈറ്റഡ് ഓൾസോ സ്റ്റാർട്ട് കമ്മിങ് ബാക്ക് അപ് ടോപ്പ്. അപ്പോഴാണ് ഒരു ടൈറ്റ്നെസ് കൂടുതൽ വരുമ്പോഴാണ് ഇറ്റ് ഈസ് ലൈക്ക് അങ്ങനെ പറഞ്ഞോ. അതെ അല്ലെ, ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ എന്റർടൈനിങ് ആവും. ഞാൻ ഈ അടുത്തിടയ്ക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇൻവിൻസിബിൾ സീസണിന്റെ യുണൈറ്റഡ് ലാസ്റ്റ് 49th ഗെയിം എന്തോ ഓൾഡ് ട്രാഫോർഡിൽ ബീറ്റ് ചെയ്യുന്നു. അപ്പൊ അതില് ഫെർഡിനാൻഡ് ഫൗൾ ചെയ്യുന്നു ലുൻബർഗിനെ, അത് ഫൗള് വിളിക്കുന്നില്ല. അതൊക്കെ ഒരു മൊമെന്റ് ആണ്. അത്രയും ഫിയേഴ്സ് റൈവല്, ഇന്റൻസിറ്റി, ആ സമയത്തുള്ള ഒരു അംബീഷൻ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ എന്ത് ചെയ്തിട്ടാണെങ്കിൽ ജയിക്കും, നിന്നെ കൊന്നിട്ടാണെങ്കിൽ കൊന്നിട്ട്, ആ ഒരു അങ്ങനെ ഇരുന്ന ഒരു ക്ലബ്ബാണ്. ഇപ്പൊ ലൈക്ക് എവറിബഡി ഭയങ്കര ഒരു കോർപ്പറേറ്റ്, നമ്മുടെ ഈ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ റൺ ചെയ്യുന്ന പോലത്തെ ഒരു, നമുക്ക് ആ ഫീലിംഗ് ആണ്. കുറെ പേരെ സാക്ക് ചെയ്യുന്നു, ചാരിറ്റീസിന് പൈസ കൊടുക്കാതിരിക്കുന്നു, ലൈക്ക് ഭയങ്കര കോർപ്പറേറ്റ് മോഡൽ റൺ ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ഡിസ്ജോയിന്റഡ് ആ ക്ലബ്ബുമായിട്ടുള്ള. ഹോപ്പ്ഫുള്ളി അതിന്റെ കൂടെ ഇപ്പൊ ഡിസ്ജോയിന്റ് മെയിൻ ആവുന്ന ഇപ്പൊ കോർപ്പറേറ്റ് രീതിയിൽ പോകുന്ന ദാറ്റ് ഈസ് സെപ്പറേറ്റ്. വെൻ യു ആർ നോട്ട് വിന്നിങ് ഡബിൾ പ്രശ്നമാണ്. ഇപ്പൊ ലെറ്റ്സ് സേ ഒരു അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ടീം അല്ല എന്ന് നമുക്ക് അറിയാം പേഴ്സണലി, കംപ്ലീറ്റ്ലി. പക്ഷെ ഇഫ് യു ഷോ പാഷൻ ഇൻ ദാറ്റ് ഗെയിം എന്നിട്ട് തോറ്റു കഴിഞ്ഞാൽ യു വിൽ ഫീൽ പ്രൗഡ് ഓഫ് ദാറ്റ് ടീം. ഇപ്പൊ ലെറ്റ്സ് സേ ഗെയിം കാണുമ്പോഴെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ സീസണിൽ സിറ്റിനെ തോപ്പിച്ച ഒരു കളിയില്ലേ, ദാറ്റ് വാസ് മോർ പാഷനേറ്റബിൾ ഗെയിം ഫോർ യുണൈറ്റഡ് ദാൻ എനി ഗെയിംസ് യു പ്ലേഡ് ലാസ്റ്റ് സീസൺ. ആ ഒരു ഗെയിം ഒക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അത് മാത്രമല്ല, ദ ഗെയിംസ് ദാറ്റ് യു പ്ലേഡ് അഗൈൻസ്റ്റ് ആർസണൽ, അത് ഭയങ്കര ലോ ബ്ലോക്ക് ഇട്ടുണ്ടെങ്കിലും ഇറ്റ് വാസ് സംതിങ്. എല്ലാരും റെഡി ആയിരുന്നു. അതെ, ആ ഒരു അങ്ങനെ ഒരു സംഭവത്തിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ തന്നെ യു വിൽ ഹാവ് ആ ഒരു പാഷൻ എല്ലാ ഗെയിംസിലും കാണിച്ചാൽ തന്നെ
വേറെ ലെവൽ എത്താം. ഹോപ്പ്ഫുള്ളി അതാ അതെ, ഹോപ്പ്ഫുള്ളി യുണൈറ്റഡ് ടോപ്പ് 8-ലെങ്കിലും ഈ സീസൺ എത്താനുള്ള എല്ലാ പരിപാടിയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബ്രോ, എനി ലാസ്റ്റ് വേർഡ്സ് അബൌട്ട് യുണൈറ്റഡ് ആൻഡ് ട്രാൻസ്ഫർ വിൻഡോസ് എന്തെങ്കിലും? വേറെ അങ്ങനെ ഇതില്ല. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ. ലൈക്ക് ഒട്ടും ആക്റ്റീവ് അല്ല ഇപ്പൊ നമ്മൾ യുണൈറ്റഡ് ആസ് ഓഫ് ടുഡേ. ഇനി നല്ല സൈനിങ്സ് കൊടുക്കും, അമോറിമിനെ ബാക്ക് ചെയ്യും, ദേ വിൽ ഗെറ്റ് ദ പ്ലേയേഴ്സ്. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ മാത്രമേ വി ക്യാൻ ചലഞ്ച് ഫോർ ബെറ്റർ തിങ്സ്. അറ്റ്ലീസ്റ്റ് ഫിനിഷിംഗ് ഇൻ ടോപ്പ് 6 ഓർ ലൈക്ക് ടോപ്പ് 8 ഫിനിഷ് ചെയ്യോ, അങ്ങനെ ഒരു നമുക്കൊരു അംബിഷൻ കാണിക്കണം, വിച്ച് അതർ ടീംസ് വുഡ് ഓൾസോ നോട്ടീസ്. ഇപ്പൊ ആർസണൽ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ കുറെ സൈനിങ്സ് ചെയ്യുമ്പോൾ ആർസണൽ വുഡ് ബി ലൈക്ക് ഓക്കെ അവരും മേടിച്ചു തുടങ്ങി, ദേ ആർ ഓൾസോ ഇൻ ദ ഗെയിം. സോ അത് ഡെഫിനറ്റ്ലി നടക്കണം. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ഹാപ്പൻ. മാനേജ്മെന്റിന്റെ ഗൈ ആണ് അമോറിം. സോ ഹോപ്പ്ഫുള്ളി ദേ വിൽ ബാക്ക് ഹിം. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും അറ്റ്ലീസ്റ്റ് വേണ്ട പ്ലേയേഴ്സിനെ മേടിച്ചു കൊടുക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്തായാലും ഒരു ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് ഫസ്റ്റ് ഗെയിം ആർസണൽ വെസസ് യുണൈറ്റഡ്. അതെന്തായാലും ആ സമയത്ത് ഇറ്റ് ഷുഡ് ബി ലൈക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇറ്റ് ഷുഡ് ബി എ ടൈറ്റ് ഗെയിം. നമുക്ക് രണ്ടുപേർക്കും ലൈക്ക് ആർസണൽ ഷുഡ് വിൻ എന്ന് എനിക്കുണ്ടാവും, നിനക്ക് യുണൈറ്റഡ്, ബിക്കോസ് ഇറ്റ്സ് ഫസ്റ്റ് ഗെയിം, റൈവൽറി ഗെയിം, അങ്ങനെയൊക്കെ വരുമ്പോൾ രണ്ടുപേർക്കും ഉണ്ടാവും. ബട്ട് ആ ഒരു ബിൽഡപ്പ് സത്യം പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗെയിം ഓഫ് ദ സീസൺ സ്റ്റേഡിയത്തിൽ പോകുമ്പം നമുക്ക് എപ്പോഴും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് ചെയ്യരുത്. ഫസ്റ്റ് ഡേ ആണ്, ടീം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ടീമിൽ ഇന്ന പ്ലെയർ വന്നിട്ടുണ്ട്, ഓക്കെ ഐ എം എക്സൈറ്റഡ് എന്നൊരു സിറ്റുവേഷനിലായിരിക്കണം സീസൺ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ആ രീതിയിലാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹോപ്പ്ഫുള്ളി ആ ഒരു അടിപൊളി ഗെയിം ആയിരിക്കും. ഓപ്പണിംഗ് ഗെയിം അടിപൊളിയാവട്ടെ. ഓക്കെ, അപ്പൊ നമുക്കൊരു പ്രീ മാച്ചിന് ബിൽഡപ്പ് ആയിട്ടൊക്കെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഒന്നും കൂടി ഇരിക്കാം. അതുവരെ ഇടയ്ക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ മേജർ ആയിട്ട് ഇപ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും വരുവാണെങ്കിൽ അതിലും ഡിസ്കഷൻസ് നമുക്ക് അപ്പം ഇടയ്ക്ക് വരാം. സോ എനിവേസ്, താങ്ക് യു ബ്രോ, അങ്ങ് ഓസ്ട്രേലിയയിൽ നിന്നും ഞങ്ങളുടെ കൂടെ സമയമെടുത്ത് ജോയിൻ ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. ഹോപ്പ്ഫുള്ളി എല്ലാം അവിടെ തണുപ്പൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം ഇനി അപ്പം പിന്നെയും കാണാം. Thank you for joining. Okay man. Thank you. Okay, bye. സോ അതായിരുന്നു അബൌട്ട് ആർസണൽ മാൻ യുണൈറ്റഡ് ട്രാൻസ്ഫർ വിൻഡോ ഡിസ്കഷൻ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ അവർ ചാനൽ. അതുപോലെ ഞങ്ങൾ ഇംഗ്ലീഷ് കണ്ടന്റ് ആയിട്ട് തുടങ്ങിയ ഒരു ചാനലുണ്ട്, MTA 360. അതും എല്ലാവരും പോയി കാണുക. പ്ലീസ് ഗീവ് ദ സെയിം സപ്പോർട്ട്. അതിനും സെയിം സപ്പോർട്ട് കൊടുക്കുക, അതിലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് നമുക്ക് വിൽ ട്രൈ ബ്രിങ്ങിങ് സിറ്റി ഫാൻ, പിന്നെ ചെൽസി ഫാൻസ്, അങ്ങനത്തെ വീഡിയോസ് ലൈൻഡ് അപ്പ് ആണ്. ഹോപ്പ്ഫുള്ളി വിൽ സീ യു സൂൺ ഗൈസ്. ബൈ.